സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാം. കരുണവാനായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ കരുണയുടെ മണിക്കൂറിൽ ഞങ്ങളോട് അണയുമ്പോൾ ഞങ്ങളുടെ എല്ലാ വേദനകളെയും സങ്കടങ്ങളെയും ഞങ്ങളുടെ എല്ലാ നൊമ്പരങ്ങളെയും എല്ലാ തിക്താനുഭവങ്ങളെയും കർത്താവെ അങ്ങ് കൈക്കൊള്ളണമേ. കർത്താവെ, ഞങ്ങൾ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, അനുദിനം ഞങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ ഓരോ സങ്കടങ്ങളും ഞങ്ങളുടെ ഓരോ വിഷമങ്ങളും ഈ ആരാധനയുടെ സമയം അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹമുള്ള കർത്താവെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ തുറന്ന് ഞങ്ങളെ കാണണമേ. കർത്താവെ, അങ്ങയുടെ കരുണയുള്ള ചെവി ചായ്ച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ കരബലയത്തിൽ, അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ എന്നും സുരക്ഷിതരാകട്ടെ. കരുണയുള്ള കർത്താവെ, അങ്ങയുടെ കരുണയുടെ ആഴക്കടലിൽ ഞങ്ങൾ ഈ നിമിഷം അങ്ങ് മുക്കിയെടുക്കണമേ. ആ കർത്താവിൻ്റെ കരുണയ്ക്ക് മുൻപിൽ ശിരസ്സു നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പല നിമിഷങ്ങളിൽ നമ്മൾ നിസ്സഹായപ്പെട്ടു പോകാറുണ്ട്. ജീവിതം പല കോണുകളിലൂടെയും പല വഴിത്താരകളിലൂടെയും നമ്മളെ കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും വഞ്ചനയുടെയും ഒക്കെ വേദന നമ്മുടെ ഹൃദയത്തെ ഭയങ്കരമായിട്ട് മുറിപ്പെടുത്താറുണ്ട്. ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം ഒരുപക്ഷെ നമുക്ക് നല്ലപോലെ അറിയാവുന്നൊരു വചനമായിരിക്കാം. കർത്താവ് നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് തരുന്നൊരു ഉറപ്പും ഒരു വാഗ്ദാനവുമാണിത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ആവർത്തിക്കപ്പെടുന്ന ഒരു വചനഭാഗമാണിത്. ഭയപ്പെടേണ്ട, ഡു നോട്ട് ബി അഫ്രൈഡ്. മനുഷ്യരാശിയെ നോക്കി ദൈവം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, ഭയപ്പെടേണ്ട. കാരണം പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ മുറിവുകൾ, നമ്മുടെ ജീവിതത്തിലെ തിക്തമായ അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ടും ഇൻസെക്യൂരിറ്റി ഉള്ള മനുഷ്യരാക്കി മാറ്റി, അരക്ഷിതരായ ഒരു വ്യക്തികളാക്കി നമ്മളെ മാറ്റി. നമുക്ക് പലതിനെയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പലതിനും ശരണപ്പെടുവാൻ, പലരെയും നമ്മൾ വിലക്കെടുക്കുവാൻ നമ്മൾ മടി കാണിക്കുന്നു. മറ്റുള്ളവരെന്നെ ഉപദ്രവിച്ചേക്കുമോ, മറ്റുള്ളവരെന്നെ പറ്റിച്ചേക്കുമോ, മറ്റുള്ളവരെന്നെ ഉപയോഗിച്ചിട്ട് കടന്നു കളയുമോ, ഈ ചിന്തകളൊക്കെ കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ പൊതിഞ്ഞു പിടിക്കുവാൻ പരിശ്രമിക്കുന്ന വ്യക്തികളായിട്ട് മാറി. എന്ത് സംഭവിക്കുന്നു? നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല കോണുകളിലേക്ക് നമ്മളെ തന്നെ ഒതുക്കി നിർത്തുമ്പോൾ നമ്മൾ ആകപ്പാടെ ശ്രദ്ധിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എങ്ങനെ എന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് മാത്രമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം ഇതാണ്, ഈ ഒരു അവസ്ഥയിൽ എന്നെ തന്നെ രക്ഷിക്കാൻ എനിക്ക് എന്നാ ചെയ്യേണ്ടി വരും? കർത്താവ് നമ്മോട് പറയുന്നൊരു കാര്യം ഇതാണ്, ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടിപതറിപ്പോകുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മളെ തന്നെ നമ്മൾ കാണുമ്പോഴാണ്. ഏതൊരു പ്രശ്നത്തിൻ്റെയും പരിഹാരം എൻ്റെ കയ്യിലുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ഏതൊരു തിക്താനുഭവത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും സമയത്ത് എനിക്ക് എന്നെ തന്നെ കാത്തുകൊള്ളാൻ പറ്റുമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വിളിക്കുന്നില്ല. ദൈവത്തെ ദൈവമായി കണ്ട്
അവിടുന്നേക്ക് എന്നെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും സഹനങ്ങളും നമ്മൾ കൊടുക്കുന്നില്ല. എന്തു പറ്റുന്നു? ക്രമേണ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു. പിന്നെ നമ്മൾ ആകപ്പാട് നോക്കുന്നത് നമ്മളിലേക്കാണ്. കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും നമ്മളെക്കാൾ ശക്തരായ എതിരാളികൾ നമുക്കുണ്ടാകുന്നു. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ട് വരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിൽ നമ്മൾ വല്ലാതെ തളർന്ന് താഴെ പോകുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളൊക്കെയും കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നൊരു കാര്യം ഇതാണ്: ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. അതായത് ഇന്നു മുതൽ നീ നിന്നെ തന്നെ സംരക്ഷിക്കുവാൻ നിന്നെയല്ല നോക്കേണ്ടത്, എന്നെയാണ് നോക്കേണ്ടത്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാനാണ് നിൻ്റെ ദൈവം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ആശ്വാസവും വാഗ്ദാനവും ഉറപ്പാക്കിയതല്ലേ കർത്താവിനോട് പറയാ, കണ്ണീര് തുടയ്ക്കുക, വിഷമിക്കാതെ, സങ്കടപ്പെടാതെ, ഞാൻ നിൻ്റെ കൂടെയില്ലേ, ഞാൻ നിൻ്റെ കൂടെയില്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ നമ്മൾ തുറക്കേണ്ട സമയമാണ്. ജീവിതത്തിൽ സങ്കടമില്ലാത്തവരാരുമില്ല, സഹനങ്ങളില്ലാത്തവരാരുമില്ല, വേദനകളില്ലാത്തവരാരുമില്ല. പക്ഷേ ഈ ഓരോ വേദനയെയും ഓരോ സങ്കടത്തെയും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ ജീവിത അനുഭവത്തെയും നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്, നമ്മൾ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത്, അതാണ് വ്യത്യാസം. കുറേ ആളുകൾ സമ്പത്തിലും കഴിവിലും ബാഹ്യമായ പല കാര്യങ്ങളിലും വ്യക്തികളിലുമൊക്കെ ആശ്രയിക്കും തങ്ങളുടെ പ്രശ്നങ്ങളുടെ സമയത്തും വേദനയുടെ സമയത്തും. ചില ആളുകൾ തങ്ങളെ തന്നെ ആശ്രയിക്കും, എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റും, എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസി, ക്രിസ്തീയ ശിഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ആറ്റുതീരത്ത് നട്ട മരം പോലെയാണെന്ന് വചനം പറയുന്നുണ്ട്. അവൻ്റെ ഇലകൾ ഒരിക്കലും കൊഴിഞ്ഞു പോകില്ല. അവൻ്റെ വേരുകൾ എപ്പോഴും ആ ദൈവത്തിൻ്റെ കൃപയിൽ ആഴപ്പെട്ടിരിക്കുന്നതിനാൽ ഒരിക്കലും ഒരു തരത്തിലും അവൻ ക്ഷീണിക്കുകയോ വാടിപ്പോവുകയില്ല. ഈശോയിൽ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പിന്നെയും പറയുവാണ്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വീണ്ടും 13-ാം തിരുവചനം പറയുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, വീണ്ടും വീണ്ടും ദൈവം നമ്മോട് ആവർത്തിച്ച് പറയാണ്, ഞാൻ നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആ കൈ പിടിക്കുന്ന രംഗം ഒന്ന് മനസ്സിലോർത്താൽ നമുക്ക് മനസ്സിലാകും, ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൈ പിടിക്കുന്നത് ആരാ, എന്നിട്ട് പേടിക്കേണ്ടെന്ന് പറയുന്നത് ആരാ? മാതാപിതാക്കൾ മക്കളോടാണ്. പ്രത്യേകിച്ചും അപ്പന്മാർ തങ്ങളുടെ കുഞ്ഞു മക്കളോട് പറയുന്ന വർത്തമാനം ഇത്. ഞാൻ നിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ കൈ മുറുക്കി പിടിച്ചോട്ടോ, നീ പേടിക്കണ്ട കേട്ടോ, ഒന്നും പറ്റില്ല കേട്ടോ, ഞാൻ കൂടെയുണ്ട്, അപ്പം കൂടെയുണ്ട് എന്ന് മക്കളോട് അപ്പന്മാർ പറയുന്നൊരു വചനമാണ്, ഒരു വാക്കായത്. അതേ സ്നേഹത്തോടെ, അതേ നൈർമല്യത്തോടെ ദൈവം ഇസ്രായേലിനെ നോക്കി, എന്നെ നോക്കി, നിന്നെ നോക്കി പറയുന്ന വചനം ഇതാണ്: ഞാൻ നിൻ്റെ കരം പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിൻ്റെ കരം പിടിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിച്ചാൽ അറിയാൻ പറ്റും, കുഞ്ഞുമക്കൾ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ അവർ പിടിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അപ്പനോ അമ്മയോ അവരുടെ കരം പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ധൈര്യമാണ്. അവരിങ്ങനെ ആ കൈ പിടിച്ചിട്ടുണ്ടെന്നുള്ളൊരു ധൈര്യത്തിൽ എന്ത് ഗുരുത്തക്കേട് വേണേലും അവർ കാണിക്കും. അവർ ഓടിയും ചാടിയും തലകുത്തി മറിഞ്ഞും അവരുടെ കൗതുകങ്ങളുടെ പിന്നാലെയൊക്കെ അവർ പോകും. കാരണം ഒരു കൈ അവരുടെ അപ്പൻ്റെയോ അമ്മയുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒരു ആപത്തും അവർക്ക് വരില്ല എന്ന് ദൃഢമായ ഉറപ്പ് മക്കൾക്കുള്ളത് കൊണ്ട് അപ്പൻ്റെയോ അമ്മയുടെ കയ്യിൽ തങ്ങളുടെ കൈ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് ആ കുഞ്ഞുമക്കൾ ഓടി നടന്ന് ജീവിതം, കാഴ്ചകളും ജീവിതത്തിൻ്റെ വഴികളും ഒക്കെ ഇങ്ങനെ സന്തോഷത്തോടെ അനുഭവിക്കും, ആസ്വദിക്കും. എന്നാൽ തിരിഞ്ഞു നോക്കിക്കഴിയുമ്പം ആ അപ്പനെ കാണുന്നില്ല, അമ്മയെ കാണുന്നില്ലെങ്കിലോ മറ്റ് കാഴ്ചകളൊന്നുമില്ല, മറ്റ് കൗതുകങ്ങളൊന്നുമില്ല, ചുറ്റുമുള്ള കളറിനൊക്കെ ഇപ്പോൾ യാതൊരു ഭംഗിയില്ല, കളിപ്പാട്ടങ്ങൾക്ക് യാതൊരു വിലയില്ല. ഇപ്പോൾ അവരുടെ മനസ്സിൽ ഭയങ്കര ഭയമാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെ, ഒറ്റയ്ക്കായി പോയതിൻ്റെ, കൈവിട്ടു പോയതിൻ്റെ ഭയത്തിൽ ആ കുഞ്ഞുമക്കളെ കരയാൻ തുടങ്ങും. അവർക്കിപ്പോൾ ഒരു കാര്യം മാത്രം മതി. ആരെ മതി? അപ്പനെ മതി, അമ്മയെ മതി. അപ്പോൾ കർത്താവ് നമ്മോട് പറയുന്നത്, ഞാൻ നിൻ്റെ കരം പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ശക്തിപ്പെടുത്തും, നീ ഭയപ്പെടേണ്ട.
ഇപ്പം പ്രിയമുള്ളവർ, ഈ ഒരു നോമ്പുകാലം ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ, ഒരപ്പൻ്റെ കരങ്ങളിൽ കൊച്ചിങ്ങനെ അള്ളിപ്പിടിക്കുന്നത് പോലെ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ അള്ളിപ്പിടിച്ച് കിടക്കാൻ നമുക്ക് പറ്റട്ടെ. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ട് ആ ദൈവം എൻ്റെ കരം പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഉറപ്പിൽ ആ ജീവിതമൊന്ന് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ആ ഉറപ്പ് നമുക്കുള്ളപ്പോൾ ചുറ്റുമുള്ളതൊന്നും നമ്മളെ ഭയപ്പെടുത്തില്ല. എല്ലാം നമുക്ക് കൗതുകമായിട്ട് തോന്നിയേക്കാം, മനോഹരമായിട്ട് തോന്നിയേക്കാം. എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ജീവിതം ഏറ്റവും മനോഹാരിതയിൽ ജീവിക്കാൻ എനിക്ക് പറ്റും. കാരണം എൻ്റെ ഉറപ്പ് ഞാൻ കാണുന്നതിലോ ഞാൻ കേൾക്കുന്നതിലോ ചുറ്റുമുള്ളതിലോ അല്ല. എൻ്റെ ഉറപ്പ് എൻ്റെ കരം പിടിച്ചിരിക്കുന്ന എൻ്റെ ദൈവത്തിലാണ്. എന്നാൽ എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ നിന്ന് ഞാൻ കരം വിടുവിച്ച് മുന്നോട്ട് ഓടിക്കഴിഞ്ഞാലോ, എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഇനി അപ്പൻ്റെ കരം പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ കൂടുതലൊന്നും അനുഭവിക്കാൻ പറ്റില്ല, എൻ്റെ അപ്പൻ്റെ കരം ഞാൻ വിട്ടിട്ട് ഓടാം എന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകും നമുക്കൊരാശ്രയമില്ല, നമുക്കൊരു സങ്കേതമില്ല, നമ്മൾ ഒറ്റയ്ക്കായി, നമ്മൾ വീക്കായി, നമ്മൾ ദുർബലരായി, നിസ്സഹായരായി. പിന്നീട് ഇത്രയും കാലം വെട്ടിപ്പിടിക്കാൻ നമ്മൾ ശ്രമിച്ചതിനൊന്നും വിലയില്ലാതെ വരും. ഇത്രയും നാളും കൗതുകത്തോടെ എന്തിൻ്റെയൊക്കെ പിന്നാലെ ഓടിയോ അതിനോടൊന്നും താല്പര്യമില്ലാതെ വരും. കാരണം ആ കൊച്ചു കുഞ്ഞിനെ പോലെ ജീവിതത്തെ നോക്കി നമ്മൾ കരയാൻ തുടങ്ങും. കാരണം നമുക്ക് മനസ്സിലായി ജീവിതത്തിന് ഇപ്പോൾ ഒരു കെട്ടുറപ്പില്ല, ജീവിതത്തിന് ഇപ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ല, ജീവിതത്തിന് യാതൊരു അടിസ്ഥാനമില്ല. കാരണം എൻ്റെ ദൈവത്തിൻ്റെ കരം ഞാൻ വിട്ടുകളഞ്ഞു. ഈ കരുണയുടെ സമയം പ്രിയമുള്ളവരെ, കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എൻ്റെ അപ്പൻ, എൻ്റെ പിതാവായ ദൈവം എൻ്റെ കരം പിടിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിൻ്റെ വലത് കരം പിടിച്ചിരിക്കുന്നു. ആ ഒരു ധൈര്യത്തിൽ ആ ദൈവത്തിൻ്റെ കരുണയെ നമുക്ക് സമീപിക്കാം. നമ്മുടെ ജീവിതത്തെയും അതിൻ്റെ എല്ലാ നിയോഗങ്ങളോടുകൂടെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, അങ്ങേ കരങ്ങളിലേക്ക് ലോകമാസങ്ങളുള്ള എല്ലാ പാപികളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കണമേ. കർത്താവെ, അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. കരുണയുള്ള കർത്താവ്, അങ്ങയുടെ കരങ്ങളിലേക്ക് തിരുസഭയെ സമർപ്പിക്കുന്നു. തിരുസഭയെ വിശുദ്ധിയിലും വിശ്വാസത്തിലും അങ്ങ് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നാടിനെ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ ഭരണാധിപന്മാരെ, നേതാക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ ഒരു ഈ കാലാവസ്ഥയിൽ വലയുന്ന ജനം കുടിവെള്ള ക്ഷാമം നേരിടുന്നു, അമിതമായ ചൂട് നേരിടുന്നു. കർത്താവെ, നല്ലൊരു കാലാവസ്ഥയ്ക്ക് വേണ്ടി, മഴ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ കർത്താവെ, ഞങ്ങളുടെ ദേശത്ത് ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ രാജ്യത്തിൻ്റെ ഉന്നതിക്കും സത്യസന്ധതയ്ക്കും പുനരുദ്ധാരണത്തിനും ആവശ്യമായ നല്ല നേതാക്കളെ നൽകി അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, രോഗങ്ങളാൽ വലയുന്നവർ, കടബാധ്യതയിൽപ്പെട്ടവർ, മറ്റ് ജീവിത ക്ലേശങ്ങളാൽ വലയുന്നവരെല്ലാം അങ്ങ് കൈപിടിച്ചുയർത്തണമേ. ഈ നാളുകളിൽ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്ക് നല്ല വിജയം നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെയും എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടിനുമേലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം ഈ സമയം നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ എല്ലാ ജീവിത വേളകളിലും കർത്താവിൻ്റെ കരബലത്തിൽ നമ്മൾ സുരക്ഷിതരായിരിക്കുവാൻ കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,